പ്രതിസന്ധികളുടെ നടുവിൽ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? അതാണ് ഏറ്റവും വലിയ കാര്യം. കാരാഗ്രഹമാണ്, പക്ഷേ അവിടെ ഞാൻ ഒതുങ്ങിയിരിക്കുകയല്ല, ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. കാരണം കാരാഗ്രഹത്തിന്റെ നടുവിലും ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ മഹത്വമുണ്ട്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ധന്യനായ യേശുക്രിസ്തുവിന്റെ സ്തുല്യമേറിയ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. സർവകൃപാലുവായ ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർമാനമായിട്ടുള്ള വേദപഠനം നമ്മുടെ ഹൃദയത്തിൽ നൽകുന്ന സന്തോഷം, അതിനേക്കാൾ അപ്പുറമായി നമുക്ക് ലഭ്യമാകുന്ന പ്രകാശനം എത്രയോ വിലപ്പെട്ടതാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 33-ാം അധ്യായം വളരെ ഹൃദ്യമായ ഒരു അധ്യായമാണ്. പ്രതിസന്ധികളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ, ഒറ്റപ്പെടലിന്റെ നടുവിൽ നീ ഒരു ദൈവ പൈതലാണോ? ദൈവ പൈതലാണെങ്കിൽ തീർച്ചയായും നിന്റെ പ്രാർത്ഥനകൾക്ക് സ്വർഗത്തിലെ ദൈവം കാതോർക്കുമെന്നുള്ള ഏറ്റവും മഹത്തായ സന്ദേശമാണ് ഈ അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയരെ, 1-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് യിരെമ്യാ പ്രവാചകൻ കാവൽപ്പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സമയത്തും ദൈവത്തിന്റെ അരുളപ്പാട് അവനുണ്ടാകുന്നു. ഒന്നാമത് അടയ്ക്കപ്പെട്ടിടുന്ന സാഹചര്യത്തിൽ അവന് അരുളപ്പാടുണ്ടായി. ആ അരുളപ്പാട് ദൈവത്തിന്റെ ഉദ്ദേശശുദ്ധികളും ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്നും ഉറപ്പിച്ചു പറയാൻ തനിക്ക് കഴിഞ്ഞു. അത് 32-ാം അധ്യായത്തിന്റെ പ്രമേയമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഹൃദ്യമായി പറയുന്നു, ഒരു സാധ്യതകളും ഇല്ലാത്ത ഇടത്ത് ദൈവത്തിന്റെ വലിയ സാധ്യതയെ വെളിപ്പെടുത്തി കഴിഞ്ഞ് ദൈവം രണ്ടാമതും യിരെമ്യാവിനോട് പറയുകയാണ്, നീ നിരാശപ്പെട്ടു പോകണ്ട, നീ വേദനപ്പെട്ടു പോകണ്ട, നിന്റെ ചുറ്റുമുള്ള ഈ പ്രതിസന്ധിയെ കണ്ട് നീ വേദനിക്കേണ്ട. ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം 3-ാമത്തെ വാക്യമാണ്, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ അറിയാത്ത മഹത്തായും അഗോചരമായും ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. കാവൽപ്പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ട് കിടക്കുന്ന യിരെമ്യാവിനോട് ദൈവം പറയുകയാണ്, നീ വീണ്ടും നിലവിളിക്കുക. നീ നിലവിളിക്കുമ്പോൾ നിന്റെ നിലവിളികളുടെ ശബ്ദത്തിന് വേണ്ടി തുറന്നിരിക്കുന്ന ഒരു കാതെനിക്കുണ്ട്. മാത്രമല്ല, എനിക്ക് മറ്റാർക്കും വെളിപ്പെടുത്താൻ കഴിയാത്ത ദൂതുകൾ, മറ്റാരോടും പറയാൻ കഴിയാത്ത ദൂതുകൾ നിന്നോട് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പ്രിയരെ, കഷ്ടതകളുടെ നടുവിൽ ദൈവത്തിന്റെ ശബ്ദം നമ്മളെ തികച്ചും വ്യത്യസ്തരാക്കും. ഒത്തിരി ഒറ്റപ്പെടലിന്റെ, വേദനയുടെ, നിരാശകളുടെ നടുവിൽ, നാം അനുഭവിക്കുന്ന തിക്താനുഭവങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ ശബ്ദം നമ്മളെ തികച്ചും സ്വാതന്ത്ര്യമുള്ളവരാക്കും. ഇത് കണ്ടില്ലേ, കാവൽപ്പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടു കിടക്കുമ്പോൾ യിരെമ്യാവിനോട് ദൈവം ഹൃദ്യമായി സംസാരിക്കുന്നു. ഒരു കാലഘട്ടത്തെ പറ്റിയുള്ള, ഒരു ദേശത്തിൻ്റെ പറ്റിയുള്ള മഹത്തായ അഗോചരമായ സന്ദേശങ്ങൾ. പ്രതിസന്ധികളുടെ നടുവിൽ ഇടപെടുന്ന ഒരു ദൈവം. സ്തെഫാനോസ് കല്ല് ഏറുകൊള്ളുമ്പോഴാണ് സ്വർഗം തുറന്നിരിക്കുന്ന വ്യത്യസ്തമായ വെളിപ്പാട് താൻ പ്രാപിക്കുന്നത്. യാക്കോബ് ജീവഹാനി പ്രാണഭയത്താൽ ഓടുന്ന സമയത്താണ് അവന്റെ ഉറക്കത്തിന്റെ നടുവിൽ സ്വർഗം തുറന്നിരിക്കുന്ന ദർശനങ്ങൾ കാണാനിടയായി. പത്മോസിന്റെ ഏകാന്തതയിലേക്ക് കടന്നുപോയ യോഹന്നാൻ ആ വല്ലാത്ത അവസരത്തിലും ദൈവത്തിന്റെ മഹത്വത്തെ കാണാൻ കഴിഞ്ഞു. കാരണം ദൈവം അവിടേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയരെ, പ്രതിസന്ധികളുടെ നടുവിലാണ് ദൈവം നമ്മളോട് അടുത്ത് വസിക്കാൻ ആഗ്രഹിക്കുന്നത്. എക്കാലമുള്ള ഏറ്റവും മഹത്തരമായ സന്ദേശങ്ങളും ദൈവം കൈമാറുന്നത് പ്രതിസന്ധികളുടെ നടുവിലാണ്, ഒറ്റപ്പെടലിന്റെ നടുവിലാണ്, വേദനയുടെ അനുഭവങ്ങളിലാണ്. അതുകൊണ്ടല്ലേ വചനം പറയുന്നത്, ഞാൻ കഷ്ടകാലത്ത് അടുത്ത തുണയായിത്തീരുന്നു. ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. കഷ്ടതകളുടെ നടുവിൽ തള്ളിക്കളഞ്ഞിട്ട് പോകുന്ന ഒരു ദൈവമല്ല. യിരെമ്യാ പ്രവാചകന്റെ ജീവിതാനുഭവത്തിൽ പറയുകയാണ്, സിദെക്കീയാ രാജാവിന്റെ മുൻപാകെ തനിക്ക് ലഭ്യമായ വെളിപ്പാടുകൾ രാജാവെന്ന് മുഖം നോക്കാതെ പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണത്താൽ കാവൽപ്പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ട് കിടക്കുകയാണ്. ആ അവസരത്തിലും ദൈവം യിരെമ്യാവിനെ കൈവിടുന്നില്ല. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനുള്ള ഒരു സാധ്യത അവന്റെ മേൽ തുറക്കുകയാണ്. പ്രിയരെ, പ്രതിസന്ധികളുടെ നടുവിൽ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? അതാണ് ഏറ്റവും വലിയ കാര്യം. കാരാഗ്രഹമാണ്, പക്ഷേ അവിടെ ഞാൻ ഒതുങ്ങിയിരിക്കുകയല്ല, ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. കാരണം കാരാഗ്രഹത്തിന്റെ നടുവിലും ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ മഹത്വമുണ്ട് എന്ന് മനസ്സിലാക്കിയ പൗലോസ് തൻ്റെ സഹപ്രവർത്തനോടുകൂടെ ചേർന്ന് കർത്താവിനെ ആരാധിക്കുകയാണ്. അതിനർത്ഥം എന്താണ്? ആമേൻ. പ്രതിസന്ധികളുടെ നടുവിൽ നമ്മളെ കൈവിടുന്നവനല്ല നമ്മുടെ കർത്താവ്.
വേദനകളുടെ നടുവിൽ നമ്മൾ ഒറ്റപ്പെടുത്തി കളയുന്നവനല്ല നമ്മുടെ കർത്താവ്. നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, നമ്മളോട് ഉത്തരമരുളുന്ന, ഒരു കാലഘട്ടത്തെ പറ്റിയുള്ള സന്ദേശം വരെ കൈമാറുന്ന നമ്മുടെ കർത്താവിന്റെ സ്നേഹം എത്രയോ വലുതാണ്. മറക്കരുത്, വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവിനെ അഭയം പ്രാപിക്കാൻ ഈ വചനങ്ങൾ നമുക്ക് ആശ്വാസമേകട്ടെ, കരുത്ത് നൽകട്ടെ. എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.